ഉൽപ്പത്തി പുസ്തകം എഴുതിയ വ്യക്തി കടന്നു ചെന്നതുപോലെ കാൽവറി ക്രൂശിലെ ക്രൂശീകരണ സമയത്ത് അദൃശ്യലോകത്തിൽ എന്ത് നടന്നുവെന്നറിയാൻ പൗലോസ് കയറി ചെന്ന് നോക്കിയപ്പോൾ കണ്ടതെന്താണ്? അവിടെ കിടക്കുന്നത് യേശുവിൻ്റെ ശരീരമല്ല, പ്രത്യുത എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ ലിസ്റ്റ്, ഞാൻ പിശാചിന് ബോണ്ട് എഴുതി കൊടുത്ത ബോണ്ടാണ് അവിടെ കിടക്കുന്നത്. ഇത് ദൃശ്യലോകത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. അദൃശ്യലോകത്തിലേക്ക് കയറുന്നവന് മാത്രമേ കാണാൻ കഴിയൂ. ദൃശ്യലോകത്തിൽ യേശു കർത്താവ് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. പക്ഷെ അദൃശ്യലോകത്തിൽ യേശു ഉറക്ക നിലവിളിക്കുന്ന അല്ല കാണുന്നത്, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ദൃശ്യലോകത്തിൽ കാണുന്നത് കരച്ചിലാണ്, കേൾക്കുന്നത് കരച്ചിലാണ്. പക്ഷെ അദൃശ്യലോകത്തിൽ ജയോത്സവമാണ്. ഇതാണ് ദൃശ്യലോകവും അദൃശ്യലോകവും തമ്മിലുള്ള വ്യത്യാസം. ദൃശ്യലോകത്തിൽ കാണുന്നതിന്റെ നേരെ വിപരീതമാണ് മിക്കപ്പോഴും അദൃശ്യലോകത്ത്. മിക്കപ്പോഴും അല്ല, ഓൾവേസ് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്, നേരെ വിപരീതമാണ്. അതുകൊണ്ട് അദൃശ്യലോകത്തിൽ കയറുന്നവന് മാത്രമേ നിത്യമായത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാൽവറി ക്രൂശിൽ കിടന്ന് മരിക്കുന്നവനായ യേശു എന്താണ്? നിത്യമായി കാൽവറി ക്രൂശിലല്ല. എന്താണ്? അതല്ല, നിത്യമായ നിത്യതയിൽ എൻ്റെ പാപങ്ങളെയാണ് അവിടെ തറയ്ക്കുന്നത്. ദൃശ്യലോകത്തിൽ നമ്മൾ കാണുന്നതല്ല അദൃശ്യലോകത്തിൽ നമ്മൾ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. യേശു ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടു, പക്ഷേ നിത്യമായി എൻ്റെ പാപങ്ങളെ, നിങ്ങളുടെ പാപങ്ങളെ ഓരോന്ന് നിത്യമായി മോചിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈവൻ നൗ, ഇപ്പോഴും 2000 വർഷം മുമ്പ് യേശു മരിച്ച ആ കാൽവറി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജീവിച്ച എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റും തറയ്ക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവിടെ യേശു ജയോത്സവം കൊണ്ടാടുകയാണ്. ജയോത്സവം, അല്ലാതെ പരാജയമല്ല. ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമാണെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ക്രൂശിലാണ് ജയോത്സവം ഉണ്ടാവുന്നത്. ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടല്ല ജയോത്സവം ഉണ്ടാകുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടല്ല. കാരണം വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത് എവിടെയാണ്? ക്രൂശിലാണ്. ഇറ്റ് ഈസ് ഓൺ ദ ക്രോസ്. അപ്പൊ ഈ അദൃശ്യ യാഥാർത്ഥ്യം ഞാൻ അറിയുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. അത് അറിയുമ്പോഴാണ് ഇതുപോലെ ഓരോ കാര്യങ്ങളും. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കൊണ്ട്, അല്ലെങ്കിൽ ക്രൂശ് മരണം കൊണ്ട് നമുക്കുണ്ടാകുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് വളരെ കൃത്യമായ വിവരണം നമ്മൾ കാണുന്നുണ്ട്. അത് വിശദമാക്കാനായിട്ട് എനിക്ക് സമയമില്ല. അവിടെ നമ്മൾ റോമൻ ചാപ്റ്റർ 5 വേഴ്സ് 1 ഓൺവേർഡ്സ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഒരു നീതീകരണത്തിന്റെ, അല്ലെങ്കിൽ ഒരു നമ്മൾ ജസ്റ്റിഫൈഡ് ആവുകയാണ്. ഈ 2000 വർഷം മുമ്പിലെ ചരിത്ര യാഥാർത്ഥ്യത്തെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഭാഗത്ത് കൃത്യമായിട്ട് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് നിരപ്പ് നൽകേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത്. അവിടെ പോൾ ഉപയോഗിക്കുന്ന സിമിലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്താൽ കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് ഒരു കൈ കൊണ്ട്, ഈ വേദത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു കൈ കൊണ്ട് എൻ്റെ കൈയും മറ്റേ കൈ കൊണ്ട് ദൈവത്തിൻ്റെ കൈയും പിടിച്ച് വാസ്തവത്തിൽ ക്രൂശിൽ എന്ത് ചെയ്യുകയാണ്? നമ്മളെ സമാധാനപ്പെടുത്തുകയാണ്. സമാധാനം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് പീസ് വിത്ത് ഗാഡ്, ഇറ്റ് ഈസ് നോട്ട് പീസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സമാധാനം എന്നതിനേക്കാൾ അവിടുത്തെ പ്രധാനപ്പെട്ട അർത്ഥം ദൈവത്തോട് സമാധാനം എന്നുള്ളതാണ്. കാരണം പിണങ്ങിയിരുന്ന രണ്ടുപേരെ യോജിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ക്രൂശിൽ നടന്നത്. ഞാനും ദൈവവും പിണങ്ങിയിരിക്കുകയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തോട് അടുക്കാൻ എനിക്ക് കഴിയാതിരുന്ന സാഹചര്യത്തിൽ യേശു കർത്താവ് കാൽവറി ക്രൂശിലെ മരണം കൊണ്ട് നമ്മളെ നീതീകരിച്ചു എന്ന വാക്കും വളരെ പ്രസക്തമാണ്. സെദാക്ക എന്ന് ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അതായത് രണ്ടുപേരുടെ മധ്യത്തിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നീതി ഉണ്ടാകുന്നത്. നീതി എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ദർ ഇസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. ഇപ്പൊ ഞാനും നിങ്ങൾക്ക് മധ്യത്തിൽ ഒരു മേശയുണ്ട്, അല്ലെങ്കിൽ ഒരു പോഡിയമുണ്ട്. പക്ഷേ ഈ മേശ മാറിക്കഴിയുമ്പോഴാണ് ശരിക്കും എനിക്കും നിങ്ങൾക്കും തമ്മിൽ നീതി ഉണ്ടാകുന്നത്. ബിബ്ലിക്കൽ ഭാഷയിൽ, അല്ലെങ്കിൽ എബ്രായ ഭാഷയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ യേശു കർത്താവ് വരുന്നതിന് മുമ്പ് ദൈവത്തിനും എനിക്കും മധ്യത്തിൽ എന്തില്ലായിരുന്നു? നീതിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തിന്റെ വലിയൊരു വന്മതിൽ അവിടെ കിടക്കുകയാണ്, അവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആക്സസ് ഇല്ലായിരുന്നു, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. പക്ഷേ യേശു അവന്റെ രക്തം ഇറ്റിച്ച് ഈ വന്മതിൽ തകർത്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, ദൈവത്തോട് സമാധാനമുണ്ട്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചെന്ന്. അതായത് നേരത്തെ ഈ കൃപയിലേക്ക് കയറാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ എന്താണ്? വിശ്വാസത്താൽ നമുക്കിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആക്സസ് കിട്ടിയിരിക്കുന്നു, നമുക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഇടയ്ക്കുണ്ടായിരുന്ന പാപത്തിന്റെ വന്മതിലിനെ കർത്താവ് ഉരുക്കി കളഞ്ഞു. അതിനെ ഇടിച്ചു കളഞ്ഞു എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. കാര്യം ഇടിച്ചു കളഞ്ഞാൽ പിന്നെ കല്ല് കിടക്കുമായിരിക്കും. പക്ഷെ ഇവിടെ കല്ല് പോലും ഇല്ല.
യേശുവിന്റെ രക്തം വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇതിനെ അങ്ങ് താഴോട്ട് അങ്ങ് ഇറക്കി കളയുകയാണ്. സോ ദർ ഇസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ മീ ആൻഡ് ഗാഡ്. പക്ഷേ നത്തിങ് എന്ന് പറയുന്നത് അത്ര കറക്റ്റ് അല്ല. ദർ ഇസ് സംതിങ്. എന്നാണെന്നറിയാമോ? ആ പാപത്തിന്റെ വന്മതിൽ നിന്നിടത്തേക്ക് യേശുവിന്റെ രക്തം ഇറ്റു വീണിട്ട് ഇപ്പോൾ അവിടെ കിടക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ഇന്നലെ വരെ വന്മതിലായിരുന്നു, ഇപ്പോൾ അതൊരു പൂൾ ഓഫ് ബ്ലഡ് ആണ്, അതൊരു രക്ത തടാകമാണ്, യേശുവിന്റെ രക്തത്തിന്റെ തടാകം. ഞാൻ ഇക്കടെ നിൽക്കുകയാണ്, ദൈവം അക്കടെ നിൽക്കുകയാണ്. യേശു എന്ത് ചെയ്തു? അവന്റെ രക്തം ഒഴുക്കി എനിക്കും ദൈവത്തിനും മധ്യത്തിലുണ്ടായിരുന്ന പാപത്തിന്റെ വന്മതിന്മേൽ വീഴ്ത്തി അതിനെ ഉരുക്കിക്കളഞ്ഞു. ഇപ്പോൾ അവിടെ പാപത്തിന്റെ മതിലില്ല, പക്ഷേ ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ എന്താണ് നാം കാണുന്നത്? യേശുവിന്റെ രക്തമാണ്. ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. ഇവിടെ നിന്നാ പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവിടെ നിന്നതുകൊണ്ട്, അതായത് നമ്മൾ വൈപ്പിനിലെ ഗോശ്രീ പാലം പണിതതുകൊണ്ട് വൈപ്പിനുള്ളവരെല്ലാം എറണാകുളത്ത് വന്ന നടത്തുമൊന്നുമില്ല. ഗോശ്രീ പാലം പണിതാൽ ഇനി വരത്തില്ല. പണിതാൽ ആ പാലത്തെ കൂടെ കയറി നടക്കണം, എന്നാലേ ഇനി വരത്തുള്ളൂ. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞാൽ ആരുടെയും പാപമൊന്നും മോചിക്കപ്പെടത്തില്ല. ആ യേശുവിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ. അതാണ് വ്യക്തിപരമായി ഓരോ കർത്താവിന്റെ ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ ഒരു പാലം തീർക്കുകയാണ്. പിന്നെ നമ്മുടെ ചുമതലയാണ് എന്ത്? ഈ യേശുവാകുന്ന പാലത്തിലൂടെ ദൈവത്തിലേക്ക് നടന്ന് കയറുക എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നേരത്തെ എനിക്ക് അസാധ്യമായിരുന്ന കാര്യം സാധ്യതമായിരിക്കുകയാണ്. പാപത്തിന്റെ വന്മതിലില്ല, പക്ഷേ അവിടെ മറ്റൊന്നുണ്ട്. എന്താ ഉള്ളതെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ രക്തം, ഒരു രക്ത തടാകം. ആ രക്ത തടാകത്തിലൂടെ വേണം, അതിലിറങ്ങി കുളിച്ചു വേണം ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കയറാൻ. അതുകൊണ്ടാണ് കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ആത്മശുദ്ധി വന്നോ എന്നുള്ള ആ പാട്ടിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യേശുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചോ. കാര്യം ഇപ്പുറത്ത് പാപിയായി നിൽക്കുന്ന എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ നേരത്തെ കഴിയാത്ത നിലയിൽ പാപത്തിന്റെ വന്മതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വന്മതിലില്ല. എന്നാലും എതിലേക്കൂടെ വേണം ഞാൻ കയറി ചെല്ലാൻ? യേശുവിന്റെ രക്തത്തിലൂടെ. ഇതൊക്കെ ദൃശ്യ യാഥാർത്ഥ്യമല്ല. നമ്മൾ രക്തത്തിന്റെ രക്തം നമ്മൾ കാണുന്നില്ല എന്ന് തന്നെയല്ല, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ, ഇതൊരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി മുക്കിയാൽ എന്തേ ആകത്തുള്ളൂ? ചുമപ്പിക്കുകയുള്ളൂ. പക്ഷേ അദൃശ്യ ലോകത്തിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മുടെ പാപത്തിന്റെ അങ്കി അലക്കുമ്പോൾ സംഭവിക്കുന്നത് അത് വെളുപ്പായി തീരുകയാണ്. ഇതൊരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അദൃശ്യ ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് വിശ്വാസം എന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത്. വിശ്വാസം ഇവിടെ എബ്രായ ലേഖനത്തിലേക്ക് വീണ്ടും നമ്മൾ വരുമ്പോൾ അവിടെ 3 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. 1 കൺവിക്ഷൻ, 2 അഷ്വറൻസ്, 3 അപ്രൂവൽ. 1 തിങ്സ് ദാറ്റ് എന്താണ് ഫസ്റ്റ് ആദ്യം അവിടെ പറയുന്നതായ വാക്കെന്ന് പറയുന്നത് now faith is the assurance of things hoped for, the conviction of things not seen. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ആശിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെ, ആശിക്കുന്നതിൻ്റെ നിശ്ചയം കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ്. ഇതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കാര്യമല്ല. അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് അപ്രൂവൽ. ഈ വിശ്വാസം കൊണ്ടാണ് പൂർവന്മാരെ ദൈവം അപ്രൂവ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ മേൽ ദൈവത്തിന്റെ സീല് പതിപ്പിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. സാക്ഷ്യം പ്രാപിച്ചെന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥം അതാണ്. അപ്പോൾ ഈ 3 വാക്കുകൾ എന്താണ്? 1 ആശിക്കുന്നതിൻ്റെ നിശ്ചയം, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. പക്ഷെ വശം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഇത് രണ്ടും കൂടാണ് യോജിക്കുന്നത്. ആശിക്കുന്നതിൻ്റെ തിങ്സ് ഹോപ്പ് ഫോർ, യുഗങ്ങളായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നിശ്ചയം, അല്ലെങ്കിൽ അത് സാധ്യതമാകുകയാണ്. എന്താണ് കാലങ്ങളായി മനുഷ്യൻ, യുഗങ്ങളായി മനുഷ്യൻ പ്രതീക്ഷിച്ചിരുന്നത്, ആശിച്ചിരുന്നത്, മോഹിച്ചിരുന്നത്? ഏത് മനുഷ്യനും മോഹിച്ചിരുന്നത് ദൈവ സംസർഗമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം ആദിയിൽ മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണ്? ദൈവ സംസർഗം. ഏദൻ തോട്ടത്തിൽ ആദാമും ദൈവമായിട്ടുള്ള സംസർഗം നഷ്ടപ്പെട്ടത് മുതൽ പിന്നീട് എല്ലാ കാലയളവിലും മനുഷ്യൻ നോക്കി നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവ സംസർഗത്തിലേക്കുള്ള ഒരു മടങ്ങിവരവാണ്. ആ ദൈവ സംസർഗത്തിലേക്കുള്ള മടങ്ങിവരവ് ഉറപ്പാക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിലേക്ക് അവന്റെ മടങ്ങിവരവ് നടക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ അദൃശ്യ ലോകത്തിലെ അവന് ദൈവ സംസർഗത്തിലേക്ക് മടങ്ങി വരാൻ പറ്റൂ. കാര്യം ദൈവം തന്നെ ആത്മാവാണ്. ദൈവം ആത്മാവാണെങ്കിൽ ആ ആത്മാവായ ദൈവത്തെ, നമ്മൾ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ഓർക്കുമല്ലോ, ദൈവത്തെ ആ മലയിലുമല്ല ഈ മലയിലുമല്ല. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മേടിക്കുന്നു. അപ്പോൾ ദൃശ്യമായ യാഥാർത്ഥ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ, അല്ലെങ്കിൽ അതിനെ നോക്കിക്കൊണ്ടിരുന്നതായ വ്യക്തികൾ കർത്താവ് പറയാണ്, ആ ദൃശ്യ യാഥാർത്ഥ്യങ്ങളുടെ കാലം കഴിഞ്ഞു. ഇനി ഇപ്പോൾ ദൈവത്തെ അറിയേണ്ടത് എവിടെയാണ്? ആത്മാവിലാണ്. നേരത്തെ യെരുശലേം മലയിൽ പോകുമായിരുന്നു, അല്ലെങ്കിൽ ഗെർസിം മലയിൽ പോകുമായിരുന്നു, തീർത്ഥാടനം ചെയ്യുമായിരുന്നു, വിശുദ്ധ നാട് കാണാൻ പോകുമായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പൊ ദൈവത്തെ നമ്മൾ എവിടെ കാണുകയാണ്?
ആത്മാവിൽ അറിയുകയാണ്, ആത്മാവിൽ കാണുകയാണ്. കാരണം ദൈവം ആത്മാവാണ്. ദൈവവുമായിട്ട് സംസർഗം ചെയ്യാൻ ഒരു മാർഗമേ ഉള്ളൂ, ആത്മതലത്തിലേക്ക് പ്രവേശിക്കുക. അല്ലാതെ വേറെ മാർഗമില്ല. ആ ആത്മതലത്തിലേക്ക്, അദൃശ്യ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ശരിക്കും വിശ്വാസം. ദൈവ സംസർഗം സാധിക്കണമെങ്കിൽ പാപമോചനം സംഭവിക്കണം. ദൈവ സംസർഗം സാധ്യമാകണമെങ്കിൽ ദൈവ ശബ്ദം കേൾക്കണം. ഇതെല്ലാം അദൃശ്യമായ ആത്മലോകത്തിൽ മാത്രമേ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നമ്മൾ കാണുന്ന വാക്ക് അഷ്വറൻസ് ആണ്, ഉറപ്പ്. പാപം എന്തൊക്കെ ഉറപ്പുകൾ, ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ നേടുന്ന ഉറപ്പുകൾ എന്തൊക്കെ? ഒന്ന്, നമുക്ക് പാപമോചനത്തിൻ്റെ ഉറപ്പ് ലഭിക്കുന്നു. വിശ്വാസത്തിൻ്റെ ലോകത്ത് കയറുമ്പോൾ മാത്രമാണ് നമുക്ക് പാപമോചനത്തിൻ്റെ ഉറപ്പ് ലഭിക്കുന്നത്. മൈ സിൻസ് ആർ ഫോർഗിവൻ എന്നുള്ള അഷ്വറൻസ്. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന്. എങ്ങനെ? ഞാൻ ആത്മതലത്തിൽ മനസ്സിലാക്കുന്നു. ആത്മതലത്തിൽ വിശ്വാസത്തിൻ്റെ ലോകത്ത് യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ തിരിച്ചറിവിലാണ് എനിക്ക് അഷ്വറൻസ് ഉണ്ടാകുന്നത്, ഉറപ്പുണ്ടാകുന്നത്. അപ്പോൾ പാപമോചനത്തിൻ്റെ ഉറപ്പ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നത്, വിശ്വാസത്തിൻ്റെ ചിറകിൽ കയറി എന്താണ് കാൽവറി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ അദൃശ്യ ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, ഞാൻ പിശാചിന് എഴുതി കൊടുത്ത ബോണ്ട് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് ഞാൻ അറിയുന്നത് ചരിത്ര യാഥാർത്ഥ്യമല്ല. അദൃശ്യ ലോകത്തിലെ ആ യാഥാർത്ഥ്യം ഞാൻ അറിയുന്നത് കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ ഉറപ്പ് എനിക്ക് തരുന്നത് എന്താണെന്നറിയാമോ? ഫെയ്ത്ത്, വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. കാര്യം ഞാനൊരു വെള്ളക്കടലാസിൽ ഇവിടെ സെല്ലോ പെന്നും കൊണ്ട് എഴുതി കൊടുത്തതല്ല ബോണ്ട്.